Dear students, welcome to the chemistry online class for Center for Science. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏതാണ്? കെമിസ്ട്രിയിലെ ടെക്സ്റ്റിലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സോളിഡ് സ്റ്റേറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ സോൾട്സിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ സോളിഡ് സ്റ്റേറ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ് എന്നിങ്ങനെ രണ്ട് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തു. ഇനി ക്രിസ്റ്റലൈൻ സോളിഡിനെ തന്നെ നമ്മൾ വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. അതാണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൽ പാർട്ടിക്കിൾസിനെ തമ്മിൽ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബേസിസിൽ ക്രിസ്റ്റലൈൻ സോളിഡിന് വീണ്ടും നമ്മൾ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? മോളിക്യുലാർ സോളിഡ് എന്ന് പറയും. ദാറ്റ് ഈസ് മോളിക്യുലാർ സോളിഡ്. രണ്ട്, അയോണിക് സോളിഡ്. മൂന്ന്, കൊവാലൻ്റ് സോളിഡ്. നാല്, മെറ്റാലിക് സോളിഡ്. എന്നിങ്ങനെ ക്രിസ്റ്റലൈൻ സോളിഡിനെ വീണ്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മോളിക്യുലാർ സോളിഡ് എന്ന് പറയും. മോളിക്യുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. അവിടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. അതേയുള്ള ആ പേര് പോലെ തന്നെയാണ് മോളിക്യുലാർ സോളിഡ്. അവിടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾ. ഇപ്പം നമ്മൾ ഐസ് എടുത്താൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളാണ്, അല്ലേ? അല്ലെങ്കിൽ ഡ്രൈ ഐസ്, കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഒരു മോളിക്യുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. ഇവരെ തന്നെ വീണ്ടും മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്, പോളാർ മോളിക്യുലാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്. മോളിക്യുലാർ സോളിഡിനെ ഇങ്ങനെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്, പോളാർ മോളിക്യുലാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്. ഈ നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ നോൺ പോളാർ മോളിക്യൂൾ. നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫസ്റ്റ് ഇയർ പഠിച്ചില്ലേ? പോളാർ നേച്ചർ. when a covalent bond is formed between two dissimilar atom, അല്ലേ? The shared electrons are attracted towards the more electronegative atom. The more electronegative atom get a partial negative charge. Other atom get a partial positive charge. Such type of covalent bond is called polar bond. Such type of molecules are called polar molecule. എന്നാൽ when a covalent bond is formed between two similar atom, the electrons are equally attracted by the two bonded atom. Such type of bond is called non-polar covalent bond. Such type of molecule is called non-polar molecule. ഇപ്പോൾ H2, O2, Cl2, ഹീലിയം, നിയോൺ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? നോൺ പോളാർ മോളിക്യൂൾ. നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല. അപ്പോൾ ഇവിടെ അതാണ് പേരിൽ തന്നെയുണ്ട്. നോൺ പോളാർ മോളിക്യുലാർ സോൾഡ് എന്ന് പറയുമ്പോൾ ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ നോൺ പോളാർ മോളിക്യൂൾസ് വിച്ച് ആർ ഹെൽഡ് ബൈ വീക്ക് ഡിസ്പർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ
ഫോഴ്സ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചതാണ്. ഇപ്പം എക്സാമിന് വാണ്ടർവാൾസ് ഫോഴ്സിന്റെ പേരുകൾ എഴുതാനും ചോദിച്ചായിരുന്നു, ഏതാണ്ട് ഒരെണ്ണം ചോദിച്ചു. അപ്പൊ ഈ നോൺ പോളാർ മോളിക്യൂൾസിനെ തമ്മിൽ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത് ഒരു ചെറിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പെർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. നിങ്ങൾ ഈ ഫോഴ്സിന്റെ പേര് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, കൂടുതലൊന്നും പരീക്ഷിക്കൊന്നും ഇതിനകത്തൊന്നും കൂടുതലൊന്നും ചോദിക്കത്തില്ല. അപ്പൊ നോൺ പോളാർ മോളിക്യുലാർ സോൾഡ് എന്ന് പറയുമ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ നോൺ പോളാർ മോളിക്യൂൾ ലൈക്ക് H2, O2, Cl2, ഹീലിയം, നിയോൺ, ആർഗൺ. The molecules are held by weak dispersion force or London force. എന്നാൽ പോളാർ മോളിക്യുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾ. അപ്പൊ HCl, NH3, SO2 ഇതൊക്കെ എന്ന് പറയുന്നത് പോളാർ മോളിക്യൂൾസ് ആണ്, which are held by dipole force. അവിടെ നിങ്ങളൊരു ഫോഴ്സിന്റെ പേര് പഠിച്ചില്ലേ? പോളാർ മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ പേരെന്താണ്? ഡൈപോൾ ഫോഴ്സ്. അപ്പൊ നമ്മൾ SO2 മോളിക്യൂൾ എടുത്താൽ SO2, ഇവിടെ ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവും ഉണ്ട്, സൾഫറിന് പാർഷ്യൽ പോസിറ്റീവും ഉണ്ട്. അടുത്ത SO2 മോളിക്യൂൾ എടുത്താൽ ഇവിടെയും ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ്, സൾഫറിന് പാർഷ്യൽ പോസിറ്റീവ്. ഈ നെഗറ്റീവ് ചാർജും അടുത്ത പോസിറ്റീവ് ചാർജും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിനെയായിരുന്നു നമ്മൾ എന്ത് പേര് വിളിച്ചത്? ഡൈപോൾ ഫോഴ്സ്. ഒരു പോളാർ മോളിക്യൂളിന്റെ നെഗറ്റീവ് പോളും അടുത്തതിൻ്റെ പോസിറ്റീവ് പോളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡൈപോൾ ഫോഴ്സ് എന്ന് പഠിച്ചു. അവിടെ ആ ഫോഴ്സ് അറിഞ്ഞിരുന്നാൽ മതി. The polar molecule are solid. The constituent particles are polar molecules which are held by dipole force. ഇനി ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്, അവിടെയും പേര് പോലെ തന്നെ. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോൾഡ് എന്ന് പറയുമ്പോൾ അവിടെയും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ polar molecule which are held by strong intermolecular hydrogen bond. ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റിയും കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചില്ലേ? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹൈഡ്രജൻ ആറ്റം ഓഫ് എ മോളിക്യൂൾ വിത്ത് ദ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് അനദർ മോളിക്യൂൾ ഈസ് കോൾഡ് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എടുത്താൽ ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവും ഫ്ലൂറിന് പാർഷ്യൽ നെഗറ്റീവും. അടുത്ത ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ എടുത്താൽ അവിടെ ഹൈഡ്രജന് പോസിറ്റീവ്, ഫ്ലൂറിന് നെഗറ്റീവ്. ഇവിടെയും ഈ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും നെഗറ്റീവ് ചാർജുള്ള ഫ്ലൂറിനും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെയായിരുന്നു ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. പേര് പോലെ തന്നെ. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾ. ഇവിടെയും പോളാർ തന്നെയായിരുന്നു. ഇവിടെയും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾസ് വിച്ച് ആർ ഹെൽഡ് ബൈ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മോളിക്യുലാർ സോളിഡിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്. മോളിക്യുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. They are of three types. First, non-polar molecular solid. അതായത് the constituent particles are non-polar molecule which are held by weak dispersion force or London force. Example, hydrogen, oxygen, chlorine, helium, neon. Polar molecular solid. The constituent particles are polar molecules which are held by dipole force. Hydrogen bonded molecular solid. The constituent particles are polar molecules which are held by intermolecular hydrogen bond. Example, HF, H2O, ഐസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അയോണിക് സോളിഡ് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് അയോണിക് സോളിഡ് എന്ന് പറയും. അയോണിക് സോളിഡ് എന്ന് പറഞ്ഞാൽ
The constituent particles are positive and negative ions. അവിടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും അയോണുകളായിരിക്കും. ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ. ഇപ്പോൾ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഈ അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നതെല്ലാം അയണിക് സോളിഡുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾ ഏതാണ്? Na+ ആൻഡ് Cl- അയോൺ. They are held by strong electrostatic force of attraction. ഈ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതേ ഉള്ളു. എന്താ? ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ positive and negative ion which are held by strong electrostatic force of attraction that are ionic solid. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, അയണിക് കോമ്പൗണ്ടുകളെല്ലാം ഇതാണ്. മൂന്നാമത്തതാണ് കൊവാലന്റ് സോളിഡ് എന്ന് പറയും. കൊവാലന്റ് സോളിഡ് എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ്. അവിടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റങ്ങളാണ്. വിച്ച് ആർ ഹെൽഡ് ബൈ സ്ട്രോങ് കോവാലന്റ് ബോണ്ട്. നമ്മൾ പഠിച്ചു 10th ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിച്ചു ഡയമണ്ട്, ഗ്രാഫൈറ്റ്. അവിടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾ ആർക്കാണ്? കാർബൺ ആറ്റങ്ങളാണ്. ഇപ്പം നമ്മൾ പഠിച്ചു ഡയമണ്ട് ഈസ് ദ നാച്ചുറലി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. കാരണം ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ആർ tetrahedrally surrounded by other 4 carbon atom to form a 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ. നമ്മൾ പഠിച്ചു ഡയമണ്ടിനകത്ത് കാർബൺ എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊരു കാർബൺ ആറ്റം നോക്കിയാലും അത് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് ടെട്രാഹീഡ്രലായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ അല്ലേ? ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദ ബോണ്ട്. അതുകൊണ്ടായിരുന്നു ഡയമണ്ട് നാച്ചുറലി ഹാർഡസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു. അതുപോലെ ഗ്രാഫൈറ്റും പഠിച്ചു. ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത അതിനൊരു ലേയേർഡ് സ്ട്രക്ചർ ആയിരുന്നു അല്ലേ? അവിടെയും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തൊരു ലെയറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു ഗ്രാഫൈറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്നുമില്ല, കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. which are held by strong covalent bond. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. നാലാമത്തെ ടൈപ്പാണ് മെറ്റാലിക് സോളിഡ് എന്ന് പറയും. മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്. അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗോൾഡ്, മെറ്റൽസ് എല്ലാം മെറ്റാലിക് സോളിഡ് ആണ്. എന്താ ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത? ഒരു മെറ്റൽ എന്ന് കൺസിഡർ ചെയ്താൽ, ഞാനൊരു മെറ്റലിൻ്റെ പീസ് എടുക്കുകയാണ്, ഞാനിപ്പോൾ ഒരു അയണിൻ്റെ കഷ്ണം എടുക്കുകയാണ്. ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം മെറ്റൽ ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു ചെറിയ അയണിൻ്റെ കഷ്ണം എടുത്താൽ അതിനകത്ത് കോടിക്കണക്കിന് അയൺ ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മെറ്റലാറ്റങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയാമോ? മെറ്റലാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റോമിക് സൈസ് വളരെ കൂടുതലായിരിക്കും. മെറ്റലാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. സൈസ് കൂടുതലായതുകൊണ്ട് അങ്ങ് ഔട്ടർ ഇലക്ട്രോൺ ദൂരെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഔട്ടർ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണുകളൊക്കെയും ആറ്റത്തെ വിട്ടിങ്ങനെ പുറത്ത് കിടന്ന് സഞ്ചരിക്കുമായിരിക്കും. ഈ മെറ്റൽ ആറ്റത്തിലെ ഔട്ടർ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണുകളൊക്കെയും ആറ്റത്തെ വിട്ടിങ്ങനെ പുറത്ത് കിടന്ന് സഞ്ചരിക്കും. അതായത് എ മെറ്റൽ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺ.
അതാണ് നമുക്കൊരു മെറ്റലിനെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ ഒരു സമുദ്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, മെറ്റൽ ഇലക്ട്രിസിറ്റിയെയും ഹീറ്റിനെയൊക്കെയും കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഫ്രീ ഇലക്ട്രോണുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ആറ്റങ്ങളുടെയൊക്കെ ഔട്ടർ ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആറ്റത്തിലിരിക്കുന്ന ഇലക്ട്രോണൊക്കെ പുറത്തു പോകുമ്പോൾ ആറ്റത്തിന് എന്തൊരു ചാർജ് കിട്ടും? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടത്തില്ലേ? അപ്പോൾ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ ആറ്റത്തിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഈ മെറ്റൽ ആറ്റങ്ങളെല്ലാം പോസിറ്റീവ് ചാർജുള്ള അയോണുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മെറ്റൽ ആറ്റങ്ങളെല്ലാം പോസിറ്റീവ് ചാർജുള്ള അയോണുകളായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഒരു സീക്കകത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു മെറ്റലിനെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. എ മെറ്റൽ ക്യാൻ ബി കൺസിഡർഡ് ആസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് പോസിറ്റീവ് അയോൺ ഇൻ എ സി ഓ ഫ്രീ ഇലക്ട്രോൺ. സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സമുദ്രത്തിൽ പോസിറ്റീവ് അയോണുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു. അതാണൊരു മെറ്റൽ. ഈ പോസിറ്റീവ് അയോണുകളും ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് മെറ്റാലിക് ബോണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മെറ്റാലിക് ബോണ്ട്. ഈ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും ഈ അതിന് ചുറ്റുമുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെ മെറ്റാലിക് ബോണ്ട് എന്ന് വിളിക്കും. ഈ മെറ്റാലിക് ബോണ്ടാണ് ഈ ആറ്റങ്ങളെ ഇവിടെ ഹെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാണൊരു മെറ്റാലിക് സോളിഡ് എന്ന് പറയും. അതായത് മെറ്റലിനെയാണ് മെറ്റാലിക് സോളിഡ്. A metal can be considered as an arrangement of positive ion in a CO free electron which are held by strong metallic bond. ഇങ്ങനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡിനെ നാലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മോളിക്യുലാർ സോളിഡ്, അവിടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണ്. അവർ 3 ടൈപ്പിലുണ്ട്: നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. Ionic solid. The constituent particles are positive and negative ion which are held by electrostatic force of attraction. Covalent solid. The constituent particles are atoms which are held by strong covalent bond. Metallic solid. It is an arrangement of positive ion in a CO free electron which are held by strong metallic ബോണ്ട്. അവിടെയും ഇങ്ങനെ കുറച്ച് സോൾഡ് തന്നിട്ട് മെറ്റാലിക്, അയോണിക് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ ടെസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതും അസൈൻമെന്റ് ചെയ്യണം. ഈ മെറ്റാലിക് സോൾഡ് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബേസിസിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇവിടെ കൊവാലന്റ് ബോണ്ട്, ഇങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബേസിസിൽ കുറച്ച് സോളിഡ്സ് തന്നിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യാനും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. അടുത്തതായിട്ട് പഠിക്കാൻ നമുക്കിനി ഈ ക്ലാസിഫിക്കേഷനൊക്കെയും എക്സാമിന് ചുരുക്കമായിട്ടേ ചോദിക്കത്തുള്ളൂ. ചോദിക്കാൻ സാധ്യത വളരെ കുറവുമാണ്. ഇനിയുള്ള പാർട്ടാണ് ഈ ചാപ്റ്ററിൽ പ്രധാനം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമെന്ന് പറയുന്നത് ഇനിയുള്ള പാർട്ടാണ്. ദറ്റ് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും. ക്രിസ്റ്റൽ ലാറ്റിസ്. വാട്ട് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരു റെഗുലർ ഓർഡറിലാണ്. കണ്ടില്ലേ? ഇതാണ് നമുക്ക് ഇത് 3 ഡയമെൻഷണലാണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാം ഇനി ഇതാണ് 3 ഡയമെൻഷണൽ. നമുക്ക് ബുക്കിൽ പേപ്പറിലൊന്നും നമുക്ക് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല, നമുക്ക് വരയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്താൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഒരു റെഗുലർ ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? ഇപ്പോൾ ഒരു ലെയർ
അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, ഇങ്ങനെ ലെയറുകളായിട്ട് ഇങ്ങനെ പാർട്ടിക്കിൾ അടുക്കി 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 പൊക്കത്തി അങ്ങ് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആ ഫ്രൂട്ട് ഷോപ്പിൽ ഇങ്ങനെ പഴങ്ങൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. ദീസ് റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്. ഇങ്ങനെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ റെഗുലറായിട്ട് ഇങ്ങനെ 3 ഡയമെൻഷണൽ മാനറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയും. ദ റെഗുലർ 3 dimensional arrangement of the constituent particles in a crystalline solid is called crystal lattice. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു നിര, ഒരു അറേഞ്ച്മെന്റ്. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ക്ലാസ്സിൽ, നമ്മളൊരു ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ബെഞ്ചിലൊക്കെ ഇങ്ങനെ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് അല്ലേ? നിങ്ങൾക്ക് ഓരോ സീറ്റുണ്ട്, അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു കൃത്യമായ അറേഞ്ച്മെന്റിൽ അല്ലേ? ചിലടത്തൊക്കെ നമുക്ക് ഈ പരേഡിനൊക്കെ നമുക്ക് കാണാം, നിങ്ങൾ അല്ലെങ്കിൽ അസംബ്ലിക്കൊക്കെ നിങ്ങൾ നിൽക്കത്തില്ലേ, ഇങ്ങനെ ഒരു നിശ്ചിത ക്രമത്തിൽ നിൽക്കത്തില്ലേ? ആ ക്രമം, അതാണ് ഒരു ലാറ്റിസ്. ഇതൊരു ക്രമമാണ്, ഇതാണ് ഒരു ലാറ്റിസ് എന്ന് പറയുന്നത്, ഒരു അറേഞ്ച്മെന്റ്. ദ റെഗുലർ 3 dimensional arrangement of the constituent particle in a crystalline solid is called ക്രിസ്റ്റൽ ലാറ്റിസ്, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയും. ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പേസ് ലാറ്റിസ് എന്നും വിളിക്കും. ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്നാണ് ഈ റെഗുലർ അറേഞ്ച്മെന്റിനെ വിളിക്കുന്നത്. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് 14 ടൈപ്സ്. ക്രിസ്റ്റൽ ലാറ്റിസ് 14 തരത്തിലുണ്ട്. നമുക്ക് പാർട്ടിക്കിൾ പല രീതിയിൽ അടുക്കി വെക്കാം. എനിക്ക് ഇങ്ങനെ മാത്രമാണോ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യാവുന്നത്? അല്ല, അല്ലേ? നമുക്ക് കുറച്ച് സ്പിയറുകൾ തന്നാൽ പല രീതിയിൽ എനിക്ക് അടുക്കി വെക്കാം. അല്ലാതെ ഇങ്ങനെ ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ടല്ല, വേറെയൊക്കെ പല രീതിയിൽ നമുക്ക് അടുക്കി വെക്കാം. അതായത് ക്രിസ്റ്റൽ ലാറ്റിസുകൾ 14 തരത്തിലുണ്ട്. ദ ക്രിസ്റ്റൽ ലാറ്റിസസ് ആർ ഓഫ് 14 ടൈപ്സ്. ഇറ്റ് ഈസ് കോൾഡ് ബ്രേവിയസ് ലാറ്റിസ് എന്ന് വിളിക്കും. ബ്രേവിയസ് ലാറ്റിസ്. ഈ 14 തരത്തിലുള്ള ക്രിസ്റ്റൽ ലാറ്റിസ്, ബ്രേവിയസ് എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ആണ്. ഈ 14 തരത്തിലുള്ള ക്രിസ്റ്റൽ ലാറ്റിസിനെ വിളിക്കുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറയും. അപ്പം അതാണ് ഇതിൽ ചോദിക്കുന്നത്, വാട്ട് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിക്കത്തുള്ളൂ. ദ റെഗുലർ 3 dimensional arrangement ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്. ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ അതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പ്രത്യേകതകളുണ്ട്. എന്താണ്? ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ് ദ പൊസിഷൻ ഓക്കുപ്പൈഡ് ബൈ ഈച്ച് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ് എന്ന് വിളിക്കും. ദ പൊസിഷൻ ഓക്കുപ്പൈഡ് ബൈ ഈച്ച് പാർട്ടിക്കിൾ, ഈ ഓരോ പാർട്ടിക്കിളും ഇരിക്കുന്ന പൊസിഷനെ വിളിക്കുന്ന പേര് അല്ലേ? ഇപ്പം നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സീറ്റില്ലയോ? നിങ്ങൾ അവിടെ അല്ല ഇരിക്കുന്നത്, എന്നും വന്ന് തോന്നിയിടത്തൊക്കെ അല്ലേ? അത് നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കും, തോന്നിയിടത്തൊക്കെ ഇരിക്കുന്നത് അല്ല. നമുക്ക് ക്ലാസ്സിൽ ഓരോ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഓരോരുത്തരും ഇരിക്കുന്ന അവരുടെ ആ സ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കും. അതുപോലെ ഇവിടെ താണ്ട് ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കും, ഇതാണ് ഒരു ലാറ്റിസ് പോയിന്റ്. ഇതൊരു ലാറ്റിസ് പോയിന്റ് ആണ്, ഇതൊരു ലാറ്റിസ് പോയിന്റ് ആണ്, ഇതൊരു ലാറ്റിസ് പോയിന്റ്. ആ ഓരോ സ്പിയറിൻ്റെയും സെന്റർ, അതാണ് എന്തോന്ന് പറയുന്നത്? ഒരു ലാറ്റിസ് പോയിന്റ് എന്ന് പറയും. ദ പൊസിഷൻ ഓക്കുപ്പൈഡ് ബൈ ഈച്ച് പാർട്ടിക്കിൾ ഈസ് കോൾഡ്, എന്താ പേര് പറയുന്നത്? ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. ഈച്ച് ലാറ്റിസ് പോയിന്റ് റെപ്രസെന്റ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. അതായത് ഓരോ ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ആറ്റത്തെ അല്ലെങ്കിൽ മോളിക്യൂളിനെ അല്ലെങ്കിൽ അയോണാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണ്, ഇതൊരു ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. പിന്നെ വെൻ ദ
adjacent lattice points are joined by a straight line, we get the geometry of the crystal. When the adjacent lattice points are joined by a straight line, we get the geometry of the crystal. അതാണ് അടുത്തടുത്തുള്ള ലാറ്റിസ് പോയിന്റുകളെ തമ്മിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് കിട്ടും. അതായത് കണ്ടില്ലേ, ഞാൻ ഇവിടെ ഇങ്ങനെ സ്പിയറുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ലെയറിലിരിക്കുന്ന 4 സ്പിയർ ചേർത്ത് വരച്ചാൽ എനിക്കൊരു സ്ക്വയർ കിട്ടുമല്ലോ. ഇതൊക്കെ നിങ്ങളിപ്പം വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുക. കുറച്ച് നാരങ്ങയ്ക്ക് ഇപ്പം വില കുറവാണ്, 3 കിലോയ്ക്ക് അങ്ങോട്ട് 100 രൂപയുള്ളൂ. അപ്പം കുറച്ച് നാരങ്ങ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ഈർക്കലും ഒക്കെ എടുത്ത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. എന്തുവാ, പണ്ടൊക്കെ നമ്മൾ കുതിരയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇപ്പം 4 നാരങ്ങയുടെ സെൻറ്റർ ഇങ്ങനെ ചേർത്ത് ഈർക്കൽ കുത്തി ഇറക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. അതിൻ്റെ മുകളിൽ 4 നാരങ്ങ വെക്കണം, അതും കൂടെ ജോയിൻ ചെയ്തേ, നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു ക്യൂബ് കിട്ടി അല്ലേ? താഴെ ഇരിക്കുന്ന 4 സ്പിയർ, അതിൻ്റെ മുകളിലിരിക്കുന്ന 4 സ്പിയർ, 8 സ്പിയറും കൂടെ ചേർത്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യൂബ് കിട്ടും. അപ്പോൾ ഞാൻ പറയും ഈ ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബാണെന്ന് പറയും. ഇതിനെ ഞാൻ ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറയും അല്ലേ? നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കണം. ഒരു 4 നാരങ്ങ എടുത്ത് വെച്ച് അതിൻ്റെ സെൻറ്ററിലൂടെ ഈർക്കൽ കുത്തി ഇറക്കിയപ്പോൾ നിങ്ങൾക്കൊരു സ്ക്വയർ കിട്ടി. അതിൻ്റെ മുകളിലോട്ട് 4 നാരങ്ങ എടുത്ത് വെച്ച് അതിൻ്റെയും കൂടെ സെൻറ്റർ ചേർത്ത് വരച്ചപ്പം ഈർക്കൽ കുത്തി ഇറക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യൂബ് കിട്ടിയില്ലേ? അതുപോലെ ഇവിടെ ഒരു ലെയറിലിരിക്കുന്ന 4 സ്പിയർ, അതിൻ്റെ മുകളിലിരിക്കുന്ന 4 സ്പിയർ, 8 സ്പിയറും കൂടെ ചേർത്ത് വരച്ചപ്പോൾ എന്തോ കിട്ടി? ഒരു ക്യൂബ് കിട്ടിയിരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറയും ഈ ക്രിസ്റ്റലിന് ക്യൂബ് ഷേപ്പാണെന്ന് പറയും. ഇതിനെ ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറയും. അപ്പോൾ ഈ ക്രിസ്റ്റലിനെ മൊത്തത്തിലെടുത്താൽ എനിക്കിങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് സങ്കല്പിക്കാം അല്ലേ? ഇനി അടുത്ത 8 പാർട്ടിക്കിൾ ചേർത്താൽ ഇവിടെ ഇപ്പോൾ 8 എണ്ണത്തിനെ ചേർത്ത് വരച്ച ക്യൂബ് കിട്ടി. ഇനി അങ്ങോട്ട് നീട്ടി വരച്ചാൽ അടുത്ത ക്യൂബ് കിട്ടത്തില്ലേ? അങ്ങോട്ട് നീട്ടി വരച്ചാൽ അടുത്ത ക്യൂബ് കിട്ടും അല്ലേ? നിങ്ങളാ ഉണ്ടാക്കി ആ ക്യൂബ് നിങ്ങൾ നാരങ്ങ വെച്ച് ഉണ്ടാക്കി നോക്കില്ലേ? അടുത്ത ഈ നാരങ്ങയെന്ന് അങ്ങോട്ട് ഈർക്കൽ കുത്തി ഇറക്ക്, അടുത്ത 4 നാരങ്ങ വെക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്യൂബായി. അതിൽ നിന്ന് ഇങ്ങോട്ട് ഈർക്കൽ കുത്തി ഇറക്കി അടുത്ത ക്യൂബ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ക്യൂബുകൾ ഉണ്ടാക്കാം അല്ലേ? നിങ്ങൾ ആ ക്രിസ്റ്റലിനെ മൊത്തത്തിലെടുത്താൽ നിങ്ങൾക്കിങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ ക്യൂബുകൾ കിട്ടത്തില്ലേ? ഈ ഓരോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ലാറ്റിസ് പോയിന്റുകളാണ്, ആ ഓരോ സ്പിയറിൻ്റെയും സെൻറ്റർ. ഇപ്പം ഞാനിപ്പോൾ 8 സ്പിയറിൻ്റെ സെൻറ്റർ ചേർത്ത് വരച്ചപ്പോൾ ഒരു ക്യൂബ് കിട്ടി. ഇനി അടുത്ത അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത ക്യൂബ് കിട്ടും. അങ്ങോട്ടുള്ള ലാറ്റിസ് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത ക്യൂബ് കിട്ടും. അടുത്ത ക്യൂബ്, അടുത്ത ക്യൂബ്, താഴോട്ട്. ഇങ്ങനെ ഈ ക്രിസ്റ്റലിനെ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് എനിക്കിതിനെ സങ്കല്പിക്കാം. അതാണ്, ഒന്ന് ഇമാജിൻ ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ സ്പിയറുകൾ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നുമായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുവാണ്. നമ്മൾ 8 സ്പിയർ ചേർത്ത് വരച്ചപ്പോൾ ഒരു ക്യൂബ് കിട്ടി. അടുത്ത 8, അങ്ങോട്ട് ഓരോ ക്യൂബ്, ഇങ്ങനെ ചെറിയ ചെറിയ ഓരോരോ ക്യൂബുകളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ക്രിസ്റ്റൽ ലാറ്റിസിനെ ഇങ്ങനെ ഒത്തിരി ചെറിയ ക്യൂബുകളായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അതിൽ ഈ ഒരു ചെറിയ ക്യൂബിനെ വിളിക്കുന്ന പേരാണ് ഒരു യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. ഒരു ക്യൂബിനെ വിളിക്കുന്ന പേരാണ് ഒരു യൂണിറ്റ് സെൽ. ഈ ഒരു ചെറിയ ക്യൂബാണ് എന്തോന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. യൂണിറ്റ് സെൽ ഈസ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. A regular repetition of it in a 3-dimensional manner give the whole crystal.
ക്രിസ്റ്റലിനെ മൊത്തത്തിലെടുത്താൽ ഈ ഒത്തിരി യൂണിറ്റ് സെല്ലുകളുടെ ഒരു റെപ്പറ്റീഷൻ. ഇവിടെ ഇത്ര യൂണിറ്റ് സെല്ലുകളേ ഉള്ളൂ, ഇങ്ങനല്ല, ഇൻഫിനിറ്റി ആയിട്ട് അങ്ങ് സങ്കല്പിക്കണം. നമുക്ക് ഒരു മോളിക്യൂളിനകത്ത് യൂണിറ്റ് സെല്ലൊന്നും ഇങ്ങനെയൊന്നും സാധനമൊന്നുമില്ല. നമ്മളിതൊക്കെ ഒരു കൺസിഡറേഷനാണ്, ഇമാജിനേഷനാണ്, ഒന്ന് സങ്കല്പിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സോൾ എടുത്താൽ അതിനകത്ത് ഇതുപോലെ ക്യൂബൊന്നും വരച്ച് വെച്ചിട്ടില്ല. ഒരു സങ്കല്പം, നമുക്ക് ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കാം. ചെറിയ ഒത്തിരി ക്യൂബ്, ഒരു ക്യൂബ്, അതിൻ്റെ അപ്പുറത്ത് അടുത്ത ക്യൂബ്, അടുത്ത ക്യൂബ് അപ്പുറത്തോട്ട്, ഇങ്ങനെ നമ്മൾ ഒത്തിരി ചെറിയ, നിങ്ങളായിരിക്കുന്ന റൂം, ഇപ്പോൾ ഒരു റൂമിലിരിക്കുവാണെങ്കിൽ ആ ഒരു റൂം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സെല്ലായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഒത്തിരി റൂമുകൾ അങ്ങ് സങ്കല്പിക്കുക. നിങ്ങൾ അപ്പുറത്ത് അടുത്ത റൂം, 4 സൈഡിലും റൂമുകൾ, മേല് റൂം, താഴെ റൂം, ഇങ്ങനെ റൂമുകൾ നിരന്നങ്ങ് പോകുന്നങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു റൂം, അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ക്യൂബാണ് ഒരു യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. എ റെഗുലർ റെപ്പറ്റീഷൻ ഓഫ് ഇറ്റ് ഇൻ എ 3-dimensional manner give the whole ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനെ മൊത്തത്തിലെടുത്താൽ നമുക്ക് ചെറിയ ക്യൂബുകളെ ഒത്തിരി റെപ്പറ്റീഷനായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന് വാട്ട് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ്, പിന്നെ വാട്ട് ഈസ് യൂണിറ്റ് സെൽ എന്ന് ചോദിക്കും. അപ്പം ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ദ റെഗുലർ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് കോൾഡ് crystal lattice or space lattice. There are 14 types of crystal lattices are possible. It is called Bravais lattice. In crystal lattice, the position occupied by each particle is called lattice point. Then unit cell. It is the simplest repeating unit of a crystal lattice. Unit cell. Okay.